ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്? അത് നമ്മൾ പല ആവർത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായി മൊബൈൽ വന്നിട്ടുള്ള മെസ്സേജുകൾ. അത് മഞ്ജു വാര്യർ കാണുന്ന സമയത്ത് ആണ് ഇതിന്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത, അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജു വാര്യരുമായി ആശയവിനിമയം നടത്തി, അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമാണല്ലോ. ഹലോ, ആദ്യം തന്നെ മേരി ക്രിസ്മസ്. വീണ്ടും അതിജീവിത ദിലീപ് ആ ഒരു കാറ്റഗറി തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരാൾ എക്സ്ട്രാ വരുന്നുണ്ട്, നടൻ ലാലിൻ്റെ ചില കാര്യങ്ങൾ. ഇതിലാദ്യം ഡ്രോൺ ഉപയോഗിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചു. മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകി ദിലീപിൻ്റെ സഹോദരി. നല്ല കാര്യം. ദിലീപ് ഇറങ്ങി വീട്ടിലോട്ട് കയറി ആ ഗേറ്റ് അങ്ങ് അടച്ചു. അതിനുശേഷമുള്ള വിഷ്വൽസ് കിട്ടാതായപ്പം ഇവർ ചില മീഡിയക്കാർ ഡ്രോൺ വെച്ച് വീടിൻ്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തി വിട്ടാണ് വീടിൻ്റെ അകത്തുള്ള വിഷ്വൽസ് എടുത്തത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇതൊരുമാതിരി ചെറ്റ പരിപാടിയാണ്. കാരണം അവർ ആ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ സ്ഥാനമുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതും ലംഘിച്ച് ഡ്രോൺ വഴി ആ വീടിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഒരു അവകാശവും ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇല്ല. അവർക്ക് അവരുടെ വീട് എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയാണ്. അവിടെ എത്തി നോക്കേണ്ട ആവശ്യം ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇല്ല. മനസ്സിലായോ? ഈ അന്യൻ്റെ മുതലിലോട്ട് എത്തി നോക്കരുത് എന്നെങ്ങാണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. അവരുടെ സ്വകാര്യത ലംഘിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? മാധ്യമമാണ്, മീഡിയയാണ്, എന്തും പറഞ്ഞ് എന്ത് തെമ്മാടിത്തരം തെണ്ടിത്തരം ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ അത് നേരിടേണ്ടി വരും. ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്? അത് നമ്മൾ പല ആവർത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായി മൊബൈൽ വന്നിട്ടുള്ള മെസ്സേജുകൾ. അത് മഞ്ജു വാര്യർ കാണുന്ന സമയത്ത് ആണ് ഇതിന്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത, അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജു വാര്യരുമായി ആശയവിനിമയം നടത്തി, അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശ്വസനീയമാകുന്ന തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരു ഷോയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം പറയുമ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ കോടതിക്ക് ഇത് ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ രഞ്ജിത്ത്, അതെന്തായിരുന്നു? ഇവിടെ തനിക്ക് നടന്നതിനുള്ള കാരണം അല്ലെങ്കിൽ അത് ചെയ്യിച്ചത് ദിലീപാണെന്നുള്ളത് ഉറപ്പിച്ച് അതിജീവിത പറയുന്നുണ്ട്. അതിനുള്ള കാരണം വേറൊന്നുമല്ല. ഇതിനു മുൻപ്, അതായത് ഈ സംഭവം നടക്കുന്നതിന് മുൻകാലങ്ങളിൽ ദിലീപ് നടത്തിയ ഭീഷണി, അവർ തമ്മിലുള്ള ഇഷ്യൂ, അവർ തമ്മിലുള്ള വഴക്ക്, പിന്നെ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ ദിലീപ് ഈ അതിജീവിതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിജീവിത ദിലീപാണ് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണം ദിലീപ് മഞ്ജു വാര്യരും ഭാര്യയും വൈഫായിട്ട് ജീവിക്കുന്ന സമയത്ത് തന്നെ ദിലീപിന് കാവ്യ മാധവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതറിയാവുന്ന ഒരാളായിരുന്നു അതിജീവിത. അതിജീവിത പോയിട്ട് മഞ്ജു വാര്യരോട് പറയുന്നു. മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വഴക്കുണ്ടാവുന്നു, പിന്നീടുള്ള പ്രശ്നങ്ങൾ. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതോ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അതിജീവിതയുടെ അടുത്ത് ഇതൊക്കെ താൻ മാറ്റി പറയണം എന്ന് പറയുന്നു. അതിജീവിത അത് പറ്റത്തില്ല എന്ന് പറയുന്നു. അതിൻ്റെ പേരിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, വഴക്ക്, ഇതൊക്കെയാണ് കാരണം. അവിടെ ആ വഴക്കിൻ്റെ ഇടയിൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്നുള്ളൊരു ഭീഷണി കൂടെ ദിലീപ് അവിടെ മുഴക്കിയിട്ടുണ്ട്. മൊഴിയായി നടി പറഞ്ഞ ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, അഭിലാഷ്, അത്
ഈ ഷോയിലുടനീളം അതായത് 2 മാസത്തോളം നീണ്ടുനിന്ന ഒരു ഷോയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് 4 മാസത്തോളം നീണ്ടുനിന്ന ഏതാണ്ട് ഒരു 3.5 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഷോയാണ്. 25 മുതൽ ജൂൺ 30 വരെയുള്ള വലിയൊരു ഷോയാണ്. അതിൽ ഈ ഷോയിൽ ഉടനീളം തന്നോട് മിണ്ടിയിരുന്നില്ല ദിലീപ്, തന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ യാത്രക്കിടയിൽ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും ഇടയിൽ വെച്ചാണ് ഭീഷണിപ്പെടുത്തുകയും മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. ഒരു ബസ് യാത്രക്കിടയിലാണ് വാഗ്ദാനം ചെയ്തത് എന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമ്മ ക്യാമ്പിൽ വെച്ചാകട്ടെ ചില പല ആൾക്കാരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ദിലീപ് ഈ ഭീഷണി മുഴക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. എന്നിട്ടും ഇവരാരും വന്ന് സാക്ഷി പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണ്. കാരണം വർഷങ്ങളായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ, അതായത് ഒരു പെൺകുട്ടിയെ, അതേ കൂടെ വർക്ക് ചെയ്യുന്ന ദിലീപ് എന്ന വ്യക്തി വന്ന് ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതും കണ്ടിട്ട് കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയും തുടർന്ന് ചില താരങ്ങൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഷാർജയിലും കൊച്ചിയിലും ഒക്കെ നടന്ന പരിപാടിയിൽ ഈ മുകേഷും സിദ്ദിഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും കാവ്യയും മറ്റും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ അംഗങ്ങളായ ആളുകൾക്കെല്ലാം ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും, നമുക്കറിയാം ബിന്ദു പണിക്കരൊക്കെ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റിയ വ്യക്തിയാണ്. ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മൊഴിയായി നടി പറയുന്നുണ്ട്. അതേസമയം തന്നെ നടൻ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കുന്നത്? ഇങ്ങനെ നീ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിന്നോട് ദിലീപിന് കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നും നടി മൊഴിയായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സിദ്ദിഖിനൊപ്പം ബിന്ദു പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ പിണക്കണ്ട, ദിലീപിന് ശത്രുത ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം ദിലീപ് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭാമയും തന്നോട് പറഞ്ഞു എന്ന് അതിജീവിത പറയുന്ന ഒരു പശ്ചാത്തലം, ക്രോസിൽ ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം 4-5 വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ. ആദ്യം വന്ന് മൊഴി പറഞ്ഞിട്ട് പിന്നെ മൊഴി മാറ്റിയ ആൾക്കാരിൽ പെട്ടവരാണ് ഈ ബിന്ദു പണിക്കരൊക്കെ. ആദ്യം വന്ന് മൊഴി പറഞ്ഞ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എന്താണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ വല്ല പൈസയുടെ വല്ല സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ല അവർക്കെതിരെ വേറെ വല്ല ഭീഷണിയോ വല്ലതും പോയിട്ടാണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മൊഴി മാറ്റി പറഞ്ഞതിൻ്റെ പേരിലാണ് സാക്ഷികളില്ല അല്ലെങ്കിൽ തെളിവുകളില്ല എന്നുള്ള പേരിൽ ദിലീപിനെ വെറുതെ വിട്ടേക്കുന്നത്. കാരണം തെളിവില്ലല്ലോ. അപ്പോൾ പിന്നെ വെറുതെ വിട്ടല്ല പറ്റത്തുള്ളൂ. കൂടെ നിന്ന ആൾക്കാർ തന്നെ നൈസായിട്ട് അങ്ങ് മൊഴി മാറ്റി ദിലീപിൻ്റെ ഭാഗത്തോട്ട് അങ്ങ് ചേർന്നല്ലോ. ഈ വിധി വന്ന ഒരു 1700 പേജ് ഉണ്ട്. അതിൽ ഈ അതിജീവിത ഫേസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം ഈ മൊഴി മാറ്റിയ ആൾക്കാരെ. നിങ്ങൾ ഈ സപ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മനസാക്ഷി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കും. ഉണ്ടെങ്കിൽ കേട്ടോ, മനസാക്ഷി എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് വേദനയൊക്കെ തോന്നി നിങ്ങൾക്കത് മാറ്റി പറയണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്, ഒപ്പം മൊഴിയായി നടി പറഞ്ഞത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ, ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, കോടതിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല. അതായത് യൂറോപ്യൻ ഷോയിൽ ഉടനീളം സംസാരിച്ചിരുന്നില്ല എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു. കാരണം ദിലീപ് പ്രതിഭാഗം വക്കീലടക്കം മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന്, ഈ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ഈ ഷോയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. അതായത് ഡാൻസ്, സ്കിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഭിനയിച്ചത്, നായകനും നായികയുമായി അഭിനയിച്ചത് ഇവർ രണ്ടും തമ്മിലായിരുന്നു. ഇത്തരത്തിൽ പരസ്പരം ഒരുപാട് സിങ്ക് വേണ്ട, പരസ്പരം ഇടപഴകി അഭിനയിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ വൈരാഗ്യം വെച്ച് പുലർത്തി എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ചോദ്യത്തിന്, എടോ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് അവിടെ സ്ഥാപനത്തിലുള്ള ആൾക്കാരോട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റുന്നുള്ളത്. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. സ്വാഭാവികമായിട്ടും നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ആ കമ്പനിയിൽ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് പ്രശ്നമുണ്ടായി എന്ന് കരുതി ആ ജോലിയെ വിട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. മാക്സിമം പോകാൻ നോക്കും. ആ ആളുമായിട്ട് പിന്നെ ഒരു ബന്ധത്തിന് നിൽക്കാതിരിക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഈ അതിജീവിതം ചെയ്തേക്കുന്ന ആൾക്കൊരു ആൾ ഏറ്റെടുത്തൊരു പ്രോഗ്രാം അത് തീർത്തല്ലേ പറ്റത്തുള്ളൂ.
എന്ന സിനിമയിൽ മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയ ഘട്ടത്തിലാണ് പ്രതികളായ ജീൻ പോൾ ലാലടക്കം എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജിയിൽ കോടതി നിലപാടാരാഞ്ഞ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര എസി പി പി ഷംസ് കോടതിയെ അറിയിക്കും. ഈ പരാതി കൊടുത്തേക്കുന്നത് നമ്മുടെ അതിജീവിതയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത്. മുമ്പേ അവൾ ഇങ്ങനെ ഒരുത്തിയായിരുന്നു, കേസ് കൊടുത്ത ഒരുത്തിയാണ്, അവളാണ് വീണ്ടും കേസ് കൊടുത്തേക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിൽ ലാല് പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഇത് ഈ കുട്ടി ഈ ഹണിബി 2 എന്ന് പറയുന്ന പടത്തില് ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നൊരു കുട്ടിയാണ്, ഒരു ചെറിയ വേഷത്തിന്. പക്ഷെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ലെനയുടെ ചേട്ടന്റെ മകൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട്, അപ്പൊ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി. അപ്പൊ അങ്ങനെ വേണം, കുറച്ച് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഫോട്ടോ കൊണ്ടോ ചെയ്യുന്ന കാണിച്ചു. അപ്പൊ ഇത് ഏതോ ചാനലിൽ ഏതോ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടോ കുട്ടി. അപ്പോൾ ചെയ്യും പറഞ്ഞു കാണാൻ കൊള്ളാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വന്നു, ഇവിടെ വീട്ടിൽ വന്നു. ഞാനും എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് കുട്ടിയായിട്ട് സംസാരിച്ചത്. കഥയും സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു പോയി. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ അപ്പൊ ഇവിടെ വിളിച്ചത് ബാസി വഴിയായിട്ട്, ബാസിയുടെ നമ്പർ ഉണ്ടായിരുന്നു, ബാസിക്ക് അറിയാമായിരുന്നു. ബാസി വിളിച്ചിട്ട് അങ്ങനെ വന്നു, കണ്ടിട്ടൊക്കെ പോയി. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങാറായ ദിവസങ്ങളിൽ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കണ്ടായിരുന്നു. ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടിയല്ല. പിന്നെ എങ്ങനെയോ ബന്ധപ്പെട്ട് അവസാനം ഷൂട്ടിങ്ങിന്റെ ഈ കുട്ടിയുടെ ദിവസം ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേദിവസം വന്നു. കയ്യിൽ ടെമ്പററി ടാറ്റു കുത്തണമായിരുന്നു. അപ്പൊ അത് ഉച്ചയ്ക്ക് ശേഷം അവള് വന്ന് കുത്തി, അത് തീർന്നില്ല. പിറ്റേ ദിവസം വന്നിട്ട് അതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ശ്രീനിവാസൻ എന്ന ആരോഗ്യപരമായിട്ട് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഗസ്ട്രോളിൽ ഉള്ളൊരു കുട്ടിയാണ്, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അഭിനയിക്കാൻ വന്ന കുട്ടിയാണെന്ന് ലാല് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. സോ അത് അതിജീവിതയുടെ നെഞ്ചത്തോട്ട് കൊണ്ടുവരണ്ട, അത് വേറെയാണ്. മനസ്സിലായോ? ശരി എന്നാൽ.